അപേക്ഷകർ എത്താത്തതിനാൽ സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ 40 പേർക്ക് സ്ലോട്ട് നൽകി. പക്ഷേ ആരും എത്താത്തതിനാൽ ടെസ്റ്റ് നടത്താനായില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധമാണ് ആരും എത്താത്തതിന് കാരണം. പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് കുറ്റപ്പെടുത്തുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കൂടുതൽ വിവരങ്ങൾ അഷിൻ ഡിയാഗോ നൽകും. അഷിൻ ഡിയാഗോ, ഇന്നലെ എന്തൊക്കെയായിരുന്നു ബഹളം? ഇന്ന് ആരും എത്തിയിട്ടില്ല. അവിടെ അഥവാ എത്തിയാലും കൂവി വിളിച്ച് ശ്രദ്ധ തെറ്റിച്ച് തോൽപ്പിക്കുമെന്ന് പേടിച്ചിട്ടാണോ സ്ലോട്ട് കിട്ടിയവരും വരാതിരുന്നത്? അഷിൻ ഡിയാഗോ, കേൾക്കാമോ? അഷിനിലേക്ക് നമുക്ക് തിരികെ എത്താം. മുട്ടത്തറയിൽ സ്ലോട്ട് ടെസ്റ്റ് നടത്താനായില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയൊരു പ്രതിഷേധം, ഈ പ്രതിഷേധത്തെ തുടർന്ന് ആളുകൾ ആരും തന്നെ ടെസ്റ്റിന് എത്താത്തൊരു സാഹചര്യമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്ന് പതിവിൽ നിന്നും വിപരീതമായി 40 പേരാണ് ഇന്ന് ഇത്തരത്തിൽ സ്ലോട്ട് നൽകിയിരുന്നത്. 40 പേർക്കാണ് സ്ലോട്ട് നൽകിയിരുന്നത്. സാധാരണയായി 20 മുതൽ 25 വരെ ആളുകൾക്കാണ് സാധാരണ സ്ലോട്ട് ലഭിക്കുക. പക്ഷേ അതിൽ നിന്നും വിപരീതമായി ഇന്ന് 40 പേർ സ്ലോട്ട് എടുത്തിരുന്നുവെങ്കിലും ഒരാൾ പോലും തിരുവനന്തപുരം മുട്ടത്തറയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമായിരുന്നു സമരക്കാരുടെ ഭാഗത്തു നിന്നും. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിലെ പരിഷ്കരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം നടത്തുന്ന പ്രതിഷേധക്കാരുടെ വലിയൊരു പ്രതിഷേധമായിരുന്നു ഇന്നലെ 3 പേർക്ക് നേരിടേണ്ടി വന്നത്. മാത്രമല്ല ഈ വലിയൊരു സമ്മർദ്ദത്തിനിടയിലൂടെയാണ് ഇവർ ഇത്തരത്തിൽ ടെസ്റ്റ് നടത്തേണ്ടി വന്നത്. ഈ 3 കുട്ടികൾ, ഇന്നലെ വന്ന 3 പേർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം ഇന്നലെ 117 ടെസ്റ്റുകളാണ് സംസ്ഥാനത്ത് നടത്തിയിരുന്നത്. പക്ഷേ അതിൽ 52 പേർ മാത്രമാണ് വിജയിച്ചത്. ഈ ബാക്കി കുട്ടികളെല്ലാം ഇത്തരത്തിൽ റോഡ് ടെസ്റ്റ് അതുപോലെ തന്നെ എച്ച് ടെസ്റ്റിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. ഈ എച്ച് ടെസ്റ്റിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുറത്തു നിൽക്കുന്ന അസഭ്യവർഷം കൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതും പിന്നീട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമുക്ക് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നത് പോലീസിന്റെ സംരക്ഷണയോടുകൂടി ഇത്തരത്തിൽ ടെസ്റ്റ് പുനരാരംഭിക്കുമെന്നായിരുന്നു. തുടർന്ന് ഇന്നലെ 3 പേർ, ഇന്നലെ എത്തിയതിൽ ഒരാൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളായിരുന്നു. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവരുടെ സുരക്ഷയൊരുക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ഈ മോട്ടോർ വാഹന വകുപ്പ് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രതിഷേധം ഭയന്നാണ് ആളുകൾ ഇത്തരത്തിൽ എത്താത്തത്. ഇതിൽ പോലീസിന്റെ ഒരു ഇടപെടൽ കാര്യക്ഷമമല്ല എന്നൊരു ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധത്തിനാണ് സാധ്യത. ഈ ആളുകൾ, ഈ അപേക്ഷകർ ഇത്തരത്തിൽ ടെസ്റ്റിന് എത്താത്തത് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളുടെ സമരം മൂലം വാഹനങ്ങൾക്കും ഒരു ചെറിയ പഞ്ഞമുണ്ട്. ടെസ്റ്റ് നടത്തുന്നതിനായി വാഹനമില്ല. ഇതുകൂടി മറികടക്കാനായി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതായത് ഈ ടെസ്റ്റിനെത്തുന്നവർ സ്വന്തം വാഹനത്തിൽ എത്തണം, അല്ലെങ്കിൽ വാടകയ്ക്കെടുത്താണെങ്കിലും എത്തണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആളുകൾ ടെസ്റ്റിന് എത്തുന്നില്ല. മാത്രമല്ല എത്തിയാൽ തന്നെ ടെസ്റ്റ് നടത്താനുള്ള സാഹചര്യമില്ല. ഇവരുടെ സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിക്കുന്നു എന്നതടക്കം നിരവധി ആരോപണങ്ങളുണ്ട്. എന്തായാലും ടെസ്റ്റ് ഇന്ന് മുടങ്ങി. മുട്ടത്തറയിൽ ഇന്നലെ ടെസ്റ്റ് നടത്താൻ സാധിച്ചുവെങ്കിലും അതൊരു സാങ്കേതിക വിജയം മാത്രമാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകൾ വരുന്നു, ടെസ്റ്റ് നടത്തുന്നു, എന്നാൽ എച്ച് ടെസ്റ്റിൽ പരാജയപ്പെടുന്നു, അവരെ കൂവി വിളിച്ച് പുറത്തേക്ക് ഓടിക്കുന്നു. അതൊക്കെയാണ് ഇന്നലെ ഇതേ സമയം നമ്മൾ കണ്ടത്. ഇന്ന് 40 പേർക്ക് സ്ലോട്ട് കൊടുത്തു, ഒരാൾ പോലും എത്തിയിട്ടില്ല എന്ന് അഷിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നു.